ഞാനത് പറഞ്ഞപ്പോൾ നന്നായി. ഞാൻ ഇന്നലെ രാത്രി ഏഷ്യാനെറ്റിലെ അനിൽകുമാർ അഡ്വക്കേറ്റ്, അദ്ദേഹമാണ് കസ്റ്റംസ് പിടിക്കുന്നതാണ് MLA-ക്ക് വലിയ വിഷമം, അല്ല പോലീസ് പിടിക്കുന്നതാണ്, അല്ല കസ്റ്റംസ് പിടിക്കാത്തതിൽ വിഷമമില്ല എന്നുള്ള ആംഗിളിൽ പറയുന്നുണ്ട്. അതിപ്പോൾ നമ്മളോട് വിശദീകരിച്ചു. മറ്റൊരു കാര്യം അയാൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് P. ശശിയുടെ പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പറഞ്ഞില്ല എന്ന്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ പറയാതിരുന്നതിന്റെ കാരണം മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഒഫീഷ്യലാണ്, ഗവൺമെന്റ് പോലീസ് അന്വേഷിക്കാനുള്ള പരാതിയാണ്. അതിനുശേഷമാണ് പാർട്ടിക്ക് ഞാൻ പരാതി കൊടുക്കുന്നത്. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ഒരു പരാതി കൊടുത്തിട്ടുണ്ട് PV അൻവർ. ആ പരാതിയിൽ P. ശശിയെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി കൊടുത്ത പരാതിയിൽ ഒന്നുമില്ല എന്നാണ് ഇന്നലെ ഏഷ്യാനെറ്റിലെ ചർച്ചയിൽ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് ആ കൊടുത്ത പരാതി, കാരണം PV അൻവർ എന്താണ് പറഞ്ഞത്, ഞാൻ സത്യത്തിൽ 2 ദിവസമായിട്ട് കൊടുക്കാൻ മടിച്ചിരിക്കുകയായിരുന്നു. കാരണം കുറച്ച് ഡീപ്പായിട്ട് ചില കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഒരു വിഷയം അപ്പുറത്തുണ്ടാകണ്ട എന്ന് കണക്കാക്കിയിട്ടാണ്. അപ്പം ഇന്നലെ അനിൽകുമാർ ഔദ്യോഗിക സ്പോക്സ്മാനായ CPM-ന്റെ സ്പോക്സ് പേഴ്സൺ ഇന്നലെ രാത്രിയിൽ ഏഷ്യാനെറ്റ് ചർച്ചയിൽ പറഞ്ഞത്, പാർട്ടിക്ക് ഞാൻ നൽകിയ പരാതിയിൽ P. ശശിയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികം ഞാൻ വീണ്ടും കള്ളനാവുകയാണ്, എന്നെ കള്ളനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകർക്ക് ഇന്ന് ഞാനത് ഇപ്പം തന്നെ 1 മണിക്കൂറിൽ അത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ പരാതി 10-12 പേജുണ്ട്. അതോടൊപ്പം ഞാൻ കൊടുത്ത തെളിവുകളുണ്ട്. അതിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. പരാതി ഞാനിപ്പോൾ 1-2 മണിക്കൂറിൽ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് നിങ്ങൾ ആ പരാതിയിൽ CPM-ന്റെ ഔദ്യോഗിക സ്പോക്സ് പേഴ്സണായ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതാണോ ശരി, PV അൻവർ പറഞ്ഞിരുന്നതാണോ ശരിയെന്ന് നിങ്ങൾ പരിശോധിക്കുക, ജനങ്ങൾ പരിശോധിക്കട്ടെ. പാർട്ടിന്റെ മുകളിൽ ഒരു അന്വേഷണമില്ല. എന്താ പറഞ്ഞത്? PV അൻവറിന്റെ പ്രഥമ ദൃഷ്ടിയാലോ കഴമ്പില്ല, അതാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞത്. അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൊന്ന് വായിക്കട്ടെ. പ്രഥമ ദൃഷ്ടിയാൽ അതിൽ തെളിവ് പരാതിയുണ്ടോ കഴമ്പുണ്ടോ എന്ന് ജനം പരിശോധിക്കട്ടെ, പാർട്ടി സഖാക്കളും പരിശോധിക്കട്ടെ. അതുകൊണ്ട് അനിൽകുമാർ ഇന്നലെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഈ പോകുന്ന ഈ വഴിയിൽ വന്ന് പറയുന്നവനൊക്കെ ഈ ചാപ്പകുത്തലുണ്ടല്ലോ CPM-ന്റെ ഔദ്യോഗികം, അവരുടെ മുന്നിൽ ഈ സമൂഹത്തിന് മുമ്പിൽ എനിക്കിനി വഷളാനാവില്ല. അതുകൊണ്ട് അതും ഞാൻ ഇന്ന് പുറത്തേക്ക് നിങ്ങൾക്ക് നൽകും, ജനങ്ങൾക്ക് നൽകും.